നമസ്കാരം. കുറച്ച് നാളുകളായി ഇന്ത്യൻ സിനിമയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, അത് ബച്ചൻ കുടുംബവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അഭിഷേക് ബച്ചൻ, അതായത് അമിതാഭ് ബച്ചൻ്റെയും ജയാ ബച്ചൻ്റെയും മകൻ അഭിഷേക് ബച്ചനും ലോകസുന്ദരിയായ ഐശ്വര്യ റായിയും തമ്മിലുള്ള വേർപിരിയലുമായി ബന്ധപ്പെട്ട പല വാർത്തകളും പലപ്പോഴായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിപ്പോൾ ഈ കഴിഞ്ഞ ഇടയിലായിട്ട് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുള്ളതിന് പ്രധാന കാരണം ഈ ഐശ്വര്യ റായിയും അതുപോലെ തന്നെ ജയാ ബച്ചനും, അഭിഷേകിൻ്റെ അമ്മ ജയാ ബച്ചനും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തന്നെയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പലപ്പോഴായി പുറത്തു വന്നുകൊണ്ടിരുന്നു. അതിന് ഏറ്റവും ഉദാഹരണം കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപ് ഒരു വിദേശ സന്ദർശനത്തിനിടയിൽ അഭിഷേക് ബച്ചൻ തൻ്റെ മോതിരവിരൽ ഉയർത്തുകയും ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ബന്ധത്തിൽ തന്നെയാണ്, ഞങ്ങൾ വിവാഹബന്ധം വേർപിരിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന വരികയും ചെയ്തതോടുകൂടിയാണ്, അതായത് ഈ കാര്യം വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം അഭിഷേക് ബച്ചൻ തന്നെ വിളിച്ചു പറയുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിപ്പോയി. ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്നാണ് അഭിഷേക് ബച്ചൻ ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ മോതിരവിരൽ ഉയർത്തി കാണിക്കുകയും ഐശ്വര്യ റായിയുടെ മോതിരം തൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് എന്ന് പറയുകയും ചെയ്തത്. എന്താണ് ഇതിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്ന രീതിയിലുള്ള ആലോചനകളും അത്തരത്തിലുള്ള ചില ചർച്ചകളും ഒക്കെ ഇപ്പോൾ സജീവമായി നടക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പറയാനുള്ളത് ഈ ഐശ്വര്യ റായിയുടെ ഒരു മുൻ ബന്ധത്തെക്കുറിച്ചാണ്. കാരണം സൽമാൻ ഖാൻ എന്ന ഒരു നടനുമായിട്ട് അക്കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പ്രണയ ജോഡികളായിരുന്നു സൽമാൻ ഖാനും ഐശ്വര്യ റായിയും. ഹിന്ദി സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ജോഡികൾ. ഇവർ തമ്മിൽ വലിയ തോതിലുള്ള പ്രണയമുണ്ട് എന്നും ഇവർ വിവാഹിതരായി എന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ അക്കാലത്ത് സജീവമായി നിന്നിരുന്നു. അതിനുശേഷമാണ്, അതായത് ഈ സൽമാൻ ഖാൻ്റെ അപ്രമാദിത്വം കൊണ്ട് തന്നെ ഐശ്വര്യ റായിയും സൽമാൻ ഖാനും പ്രണയബന്ധം ഉപേക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊന്നും, ഇവർ വിവാഹിതരായി എന്നും സൽമാൻ ഖാൻ്റെ വീട്ടിൽ വെച്ചാണ് വിവാഹിതരായത് എന്നും, എന്നാൽ ഐശ്വര്യ റായിയുടെ ബന്ധുക്കളൊന്നും ഈ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നുമൊക്കെയുള്ള വാർത്തകൾ അന്ന് വന്നിരുന്നുവെങ്കിലും പിന്നീട് ഐശ്വര്യ റായി തന്നെ ഇത് വെളിവാക്കുകയായിരുന്നു. ഈ സൽമാൻ ഖാൻ്റെ അമിതമായ മദ്യപാനവും തന്നോടുള്ള ഒരു അപ്രമാദിത്വം സ്നേഹവും കാരണം താൻ ഈ ബന്ധം ഉപേക്ഷിക്കുന്നു, താൻ ഇനി സൽമാൻ ഖാൻ്റെ സിനിമകളിൽ പോലും അഭിനയിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അഭിഷേക് ബച്ചനുമായുള്ള വിവാഹം ഐശ്വര്യ റായി നടത്തുന്നത്. ഇതിന് നേരെ മറുവശത്ത് അഭിഷേക് ബച്ചനും ഇത്തരത്തിലുള്ള ഒരു വിവാഹപൂർവ്വ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയാം. അത് എല്ലാവർക്കും അറിയുന്നത് പോലെ കരിഷ്മ കപൂർ എന്ന നടിയുമായിട്ടായിരുന്നു. പക്ഷേ ഐശ്വര്യ റായിയുമായുള്ള വിവാഹത്തിന് ശേഷം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് തന്നെ വലിയ ആശ്വാസമുള്ള ഇന്ത്യൻ സിനിമയിലൊക്കെ വലിയ ആശ്വാസമുണ്ടാക്കിയ വാർത്തകളാണ്. എങ്കിൽ പിന്നീട് ഈ ഐശ്വര്യ റായിയും ജയാ ബച്ചനും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ഇന്ത്യൻ സിനിമ കണ്ടത്. കാരണം ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ താരജോഡികളായിരുന്നു അമിതാഭ് ബച്ചനും ജയാ ബച്ചനും. ഇവരില്ലാത്ത സിനിമകളില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. അത്തരത്തിൽ ഇന്ത്യ അംഗീകരിച്ച നടിമാരിൽ ഒരാളായ ജയാ ബച്ചനും അതുപോലെ തന്നെ ലോകം ആരാധിക്കുന്ന ഒരു നടി എന്ന നിലയിലുള്ള ഐശ്വര്യ ബച്ചനും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഒരുപാട് ഇങ്ങനെ ഉയർന്നു വന്നിരുന്നു. ജയാ ബച്ചനും ഇവരുടെ മകളും തമ്മിൽ, അതായത് അഭിഷേകിൻ്റെ സഹോദരി കൂടിയായ ശ്വേതാ ബച്ചനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഐശ്വര്യ റായിയെ വീട്ടിൽ നിന്നും പുറത്താക്കുകയും ഈ വിവാഹബന്ധം വേർപെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും ഈ അമിതാഭ് ബച്ചൻ വലിയ നിശബ്ദത കാണിച്ച ഒരു വ്യക്തിയാണ്. പിന്നീട് പലപ്പോഴും ഐശ്വര്യ റായിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്നുവെങ്കിലും കുറച്ച് നാളുകളായിട്ട് ഇവർ 3 പേരും ചേർന്ന്, അതായത് ഈ അമിതാഭ് ബച്ചനും ജയാ ബച്ചനും ശ്വേതാ ബച്ചനും ചേർന്നുകൊണ്ട് ഐശ്വര്യയെ ആക്രമിക്കുന്ന ഒരു രംഗമാണ് കണ്ടത്. ഐശ്വര്യ റായിയും അതുപോലെ തന്നെ മകൾ ആരാധ്യ ബച്ചനും ഒരു പക്ഷത്തും അതുപോലെ തന്നെ മറ്റ് 3 പേരും ഒരു പക്ഷത്തും നിന്നതും ഈ അഭിഷേക് ബച്ചൻ ഒറ്റയ്ക്ക് നിലയുറപ്പിച്ചതും വലിയ തോതിലുള്ള വാർത്തകളിൽ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിനൊക്കെ ഒരു വെല്ലുവിളി എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം വിദേശത്ത് വെച്ച് അഭിഷേക് ബച്ചൻ തുറന്നു പറഞ്ഞത്, ഞങ്ങൾ ഇപ്പോഴും വിവാഹിതർ തന്നെയാണ്, ഞങ്ങൾ വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല എന്നുള്ളത്. അത് പറയണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ ചിലത് മണക്കുന്നില്ലേ എന്നാണ് ഇപ്പോൾ ഈ സിനിമാ പ്രേമികൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഐശ്വര്യ ബച്ചൻ്റെ കുടുംബത്തിൽ, അഭിഷേക് ബച്ചൻ്റെയും ഐശ്വര്യ റായിയുടെയും കുടുംബ ബന്ധത്തിൽ വലിയ തോതിലുള്ള വിള്ളലുകൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പാപ്പരാസികൾ പാടി നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ രൂപങ്ങൾ ഇപ്പോൾ ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കുടുംബത്തിലുള്ള വിള്ളലുകൾ ഒരുപാട് മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരവും.